വന്യജീവി ആക്രമണത്തെ തടയാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നതെന്നും കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ. വന്യമൃഗ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുക, മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന ജനസംരക്ഷണ യാത്രയുടെ 2ാം ദിന ഉദ്ഘാടനം കുട്ടമ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണത്തെ തടയാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നതെന്നും കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ പറഞ്ഞു. വന്യമൃഗ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുക, മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തുന്ന ജനസംരക്ഷണ യാത്രയുടെ 2ാം ദിന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ മരണമുണ്ടാകുമ്പോഴും ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധിച്ചു കഴിഞ്ഞ് അടുത്തതുണ്ടാവാതിരിക്കുവാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എ.കെ. ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ നാളത്തെ അധ്വാനത്തിന്റെ ഫലമായി കൃഷിക്കാരൻ കൃഷി ഇറക്കി അതിന്റെ വിളവെടുക്കാൻ നോക്കി നിൽക്കുമ്പോൾ അതെല്ലാം ഈ കാട്ടിലെ മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചിട്ട് പോകുന്നു. പലരും കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് മലയോര മേഖല മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എത്രയോ നാളുകളായി നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ എം.എൽ.എമാർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിന് പരിഹാരമെന്തെന്ന് പറയുവാൻ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സർക്കാർ വന്നതിന് ശേഷം 8ാം വർഷമാകുമ്പോൾ 8 പേരാണ് ഈ പഞ്ചായത്തിൽ മാത്രമായി മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ 9ാമതൊരാൾ കൂടി ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രക്ഷോഭമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും നയിച്ച യാത്രയ്ക്ക് കുട്ടമ്പുഴയിൽ നിരവധി പേർ സ്വീകരണം നൽകി. ന്യൂനപക്ഷത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് തോമസ് ഏട്ടൻ, ആദിവാസി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വെള്ളൻ, കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ യോഗത്തിൽ അധ്യക്ഷനായി. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ.പി.സി.സി മെമ്പർ എ.ജി. ജോർജ്, കെ.പി. ബാബു, പി.പി. ഉതുപ്പാൻ, പി.എസ്. നജീബ്, പി.എം. ബഷീർ, പ്രിൻസ് വർക്കി, സിജു എബ്രഹാം, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, എബി എബ്രഹാം, കെ.ഐ. ജേക്കബ്, എൽദോസ് കീച്ചേരി, ഭാനുമതി രാജു, എം.എസ്. എൽദോസ്, സൈജൻ ചാക്കോ, അനൂപ് ജോർജ്, അനൂപ് കാസിം, സണ്ണി വേളുക്കര, എൽദോസ് എം. ദാനിയേൽ, എം.എ. കരീം, ബിനോയ് പുളിനാട്ട്, സത്താർ വട്ടക്കുടി, പി.സി. ജോർജ്, സീതി മുഹമ്മദ്, വിൽസൺ പിണ്ടിമന, കാന്തി വെള്ളക്കയ്യൻ, സി.ജെ. എൽദോസ്, മുഹമ്മദ് കൊളത്താപ്പള്ളി, പരീദ് പട്ടമാവുടി, പി.എം. സിദ്ദീഖ്, വിനോദ് മേനോൻ, പി.എം. നവാസ്, പി.എസ്.എ. കബീർ, അമീർ അലി, സലീം മംഗലപ്പാറ, എബിൻ അമ്പിച്ചൻകുടി, പീറ്റർ മാത്യു, അലി പടിഞ്ഞാറേച്ചാലി, നാസർ വട്ടേക്കാടൻ, ചന്ദ്രലേഖ ശശിധരൻ, ജെയ്മോൻ ജോസ്, പി.ടി. ഷിബി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തുകളായ കുട്ടമ്പുഴ, കീരമ്പാറ, കവളങ്ങാട്, വാരപ്പെട്ടി, പല്ലാരിമംഗലം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം അടിവാട് നടന്ന സമാപന സമ്മേളനം ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, കെ.സി.വി ന്യൂസ്.